ജയ് ഹിന്ദ് പറഞ്ഞു സ്കൂളുകളിൽ അധ്യയന ദിവസം തുടങ്ങുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ധീര ദേശാഭിമാനി സുഭാഷ് ചന്ദ്രബോസിന്റെ പോരാട്ട വീര്യം നമുക്കൊന്ന് കാണണ്ടേ? ലോകം കണ്ട മഹത്തായ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ ഒന്നായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാറുമ്പോൾ അതിന് തുടക്കം കുറിച്ചത് സായുധമായി പട്ടാളത്തെ രൂപീകരിച്ച് INA എന്ന് പറയുന്ന സേന രൂപീകരിച്ച് ഭാരതത്തിലും വിദേശത്തും ക്യാമ്പ് ചെയ്ത് സേനയെ സ്വരുക്കൂട്ടി സേനയെ ഒന്നിച്ചു ചേർത്ത് നിർത്തി പോരാടി നേടാം എന്ന ഉത്തമ വിശ്വാസത്തിൽ മഹാത്മാഗാന്ധിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ യഥാർത്ഥ പോരാളി, മുന്നണി പോരാളിയായി മാറിയ സുഭാഷ് ചന്ദ്രബോസിന്റെ പോരാട്ട വീര്യം, അതേക്കുറിച്ചുള്ളൊരു ചെറിയ വാർത്ത കണ്ടുവരാം. സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം പകർന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനകൾ നിസ്തുലമാണ്. ഗാന്ധിയൻ പോരാട്ടത്തിൽ അണിചേരുകയും പിന്നീട് ബ്രിട്ടീഷ് സേനയെ ചെറുക്കാൻ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സേനയെ സൃഷ്ടിക്കുകയും ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. 1897 ജനുവരി 23 ഒറീസയിലായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ജനനം. 1919 കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ സുഭാഷ് ചന്ദ്രബോസ് 1921 ഇന്ത്യൻ സിവിൽ സർവീസസ് പരീക്ഷ പാസ്സായി. ചിത്തരഞ്ജൻ ദാസിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ട് സിവിൽ സർവീസസിൽ നിന്ന് രാജിവെച്ച് സുഭാഷ് ചന്ദ്രബോസ് സമരരംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ അടിമയായി പ്രവർത്തിക്കുന്നതിനേക്കാൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്നതാണ് അഭികാമ്യമെന്ന് സുഭാഷ് ചന്ദ്രബോസ് ഉറച്ച തീരുമാനമെടുത്തു. സ്വരാജ് എന്ന ആശയത്തെ പിന്തുണച്ച ബോസ് സ്വാതന്ത്ര്യം നൽകിയില്ലെങ്കിൽ അത് പിടിച്ചെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തു. ഗാന്ധിയോടൊപ്പം ദേശീയ പ്രസ്ഥാനത്തിലും പിന്നീട് ജവഹർലാൽ നെഹ്റുവിന്റെയും ഒപ്പം ചേർന്ന അദ്ദേഹം ബ്രിട്ടീഷ് കിരാതവാഴ്ചയെ ചെറുക്കാൻ അഹിംസാത്മക പ്രതിഷേധങ്ങളും ഉപവാസ സമരങ്ങളും കൊണ്ട് മാത്രം ഫലമുണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞു. സമാധാനപരവും വിട്ടുവീഴ്ച ചെയ്യുന്നതുമായ കോൺഗ്രസിന്റെ മനോഭാവത്തെക്കാൾ തീവ്രവാദവും വിപ്ലവാത്മകവുമായിരുന്നു നേതാജിയുടെ ചിന്തകൾ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്നതിന് ഹിന്ദു മുസ്ലിം ശക്തികളെ ഒന്നിപ്പിക്കുന്നതിന് അദ്ദേഹം പിന്നിലണിഞ്ഞിരുന്നു. 1939 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം 1941 ഹിറ്റ്ലറെ കാണുകയും ഇന്ത്യൻ സായുധ സേനയ്ക്ക് ജർമ്മനിയുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും കാര്യമായൊന്നും ഫലം കണ്ടില്ല. 1941 അവസാനത്തോടെ ബെർലിനിൽ ഒരു സ്വതന്ത്ര ഭാരത കേന്ദ്രം അദ്ദേഹം സ്ഥാപിച്ചു. പിന്നീട് ആസാദ് ഹിന്ദ് റേഡിയോ ആരംഭിച്ചു. ജർമ്മനിയിൽ നിന്ന് ഇന്ത്യൻ യുദ്ധ തടവുകാരെ സുരക്ഷിതമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 1943 ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സേനയെ രൂപീകരിച്ച് സായുധ വിപ്ലവത്തിന് സുഭാഷ് ചന്ദ്രബോസ് തയ്യാറെടുത്തു. എന്തു വില കൊടുത്തും ഇന്ത്യയെ സ്വതന്ത്രമാക്കുമെന്ന് ബോസ് പ്രതിജ്ഞയെടുത്തു. തുടർന്ന് INA-യുടെ പ്രവർത്തനങ്ങളും ബോസിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നായകനാക്കി മാറ്റി. നേതാജി എന്ന പേര് പിന്നീട് എല്ലാവരും ഉച്ചരിച്ചു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബോസിന്റെ പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ അണിചേരാനും പ്രവർത്തിക്കാനും അന്നത്തെ യുവജനതയ്ക്ക് നേതാജിയും ഇന്ത്യൻ നാഷണൽ ആർമിയും പ്രചോദനമായി മാറി. 1943 ഒക്ടോബർ 21 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ പൊതുയോഗം സിംഗപ്പൂരിൽ ചേർന്നു. ഇവിടെ വച്ച് താൽക്കാലിക സ്വതന്ത്ര ഭാരത സർക്കാരിന്റെ രൂപവൽക്കരണം നേതാജി പ്രഖ്യാപിച്ചു. അതിനുശേഷം രാഷ്ട്രത്തലവനായ നേതാജി സത്യപ്രതിജ്ഞ ചെയ്തു. ശത്രുവിന്റെ ശത്രു മിത്രമാണ് എന്ന് വിശ്വസിച്ച അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ജർമ്മനിയുടെയും ജപ്പാന്റെയും സഹകരണം തേടി. 1945 ഓഗസ്റ്റ് 18 തായ്വാനിലെ തായ്പേയിൽ വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടതായാണ് വിവരം. എന്നിരുന്നാലും നേതാജിയുടെ മരണം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന്റെ അനുയായികൾക്കായില്ല. നേതാജി ജീവനോടെയുണ്ടെന്ന് പിൽക്കാലത്ത് പലരും വിശ്വസിച്ചു പോന്നു. സ്വാതന്ത്ര്യാനന്തരവും സുഭാഷ് ചന്ദ്രബോസിന്റെ പോരാട്ട വീര്യം യുവജനത ഏറ്റെടുത്തു. പിൽക്കാലത്തുണ്ടായ സമരങ്ങളിലും ദേശീയ മുന്നേറ്റങ്ങളിലും നേതാജിയുടെ വാക്കുകളിലൂടെ പ്രേരണ ലഭിച്ചാണ് യുവജന സംഘടനകൾ രൂപപ്പെട്ടത്. കാലം കടക്കുമ്പോൾ ധീരദേശ സ്നേഹത്തിന്റെ പ്രതീകമായി നേതാജിയുടെ ഓർമ്മകൾ ഇന്നും ഭാരതം സ്മരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.